കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി പദ്ധതി ഇല്ലാതായിരിക്കുന്നു എന്നാണ് ഈ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനത്തിൽ നമ്മൾ മനസ്സിലാവുന്നത്. 2004 മുതൽ കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി വരുന്ന കാലത്ത് തന്നെ ഞങ്ങളെ പോലെയുള്ള വികസന വിരുദ്ധർ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ ഇതിൽ കാര്യമായ ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. അന്ന് ഉന്നയിച്ചിരുന്ന സംശയങ്ങൾ ഇപ്പോൾ ഓർക്കുന്നത് നല്ലതാണ്. ഒന്ന്, IT പദ്ധതിക്ക് വലിയ കെട്ടിടങ്ങളും വലിയ ഓഫീസുകളും ആവശ്യമുണ്ടോ? ലോകത്ത് തന്നെ IT അങ്ങേയറ്റം വികേന്ദ്രീകൃതമായൊരു സംവിധാനമാണ്. ഒരു വലിയ സ്ഥലത്ത് ഇത്തരത്തിലൊരു ഇലക്ട്രോണിക് പാർക്ക്, IT പാർക്ക് നമുക്ക് ആവശ്യമുണ്ടോ? കെട്ടിടമാണോ IT വരുന്നതിനുള്ള പ്രധാന ഇൻഫ്രാസ്ട്രക്ചർ? കെട്ടിടവും റോഡും അല്ലെങ്കിൽ മീഡിയ കണക്ഷനും അതൊക്കെയാണോ പ്രധാനം? ഈ സംശയം അന്ന് ഉന്നയിച്ചിരുന്നു. 236 ഏക്കർ ഭൂമി ഇവിടെ, 136 ഏക്കർ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലും 100 ഏക്കർ പുത്തൻകുരിശ് വടവുകോട്, അതായത് ബ്രഹ്മപുരം പദ്ധതിയുടെ ഭാഗമായുള്ള 100 ഏക്കറും പുഴയുടെ 2 കരയിലുമായി എടുക്കുമ്പോൾ ഇതിനെ ഒരു സിംഗിൾ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന സംവിധാനം കൊടുക്കാൻ കഴിയുമോ? രണ്ടാമത്തെ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം, ഇതിൽ ഭൂമി കച്ചവടത്തിനുള്ള സാധ്യതയുണ്ടോ? ആ ചോദ്യം ചോദിക്കാൻ കാരണം, അടിസ്ഥാനപരമായി ടീകോം എന്ന് പറയുന്ന കമ്പനി ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. അവർക്ക് IT നടത്തി യാതൊരു പരിചയവുമില്ല. ഇതിനു മുമ്പ് തന്നെ അവിടെ പോയി പലരും പറഞ്ഞു അത് IT. അപ്പം ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയധികം ഭൂമി കണ്ണായ തൃക്കാക്കര പോലുള്ള പ്രദേശത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ സാങ്കത്യം, അത് നൽകാൻ പോകുന്ന ജോലി, ഉമ്മൻചാണ്ടി ഒരു കരാർ ഉണ്ടാക്കുന്നു. ആ കരാർ വളരെ മോശപ്പെട്ട കരാറായിരുന്നു, ഒരു തർക്കവുമില്ല. ഒരു തൊഴിൽ കൊടുത്തില്ലെങ്കിൽ 6000 രൂപ കൊടുത്താൽ പണി നിർത്തും. അപ്പോൾ 90,000 തൊഴിൽ എന്നുള്ളത് 6000 രൂപ വെച്ച് കണക്കാക്കിയാൽ തന്നെ അവർ മുടക്കുന്ന ഈ ഭൂമിയുടെ വിലയുടെ ചെറിയൊരു പങ്കേ വരുള്ളൂ. അപ്പോൾ അത്തരം ഒരു നഷ്ടപരിഹാരം എന്നതും ഒക്കെ നിരവധി ഘടകങ്ങളുണ്ടായിരുന്നു. 2006 VS-ന്റെ സർക്കാർ അധികാരമേറ്റപ്പോഴാണ് കുറെ കൂടി സ്ട്രിക്റ്റായ ഇപ്പോൾ നിലവിലുള്ള കരാറിലേക്ക് അത് എത്തിയത്. ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ്. അതിലൊരു പ്രധാന കാര്യം ഇൻഫോ പാർക്ക് അവർക്ക് വിട്ടുകൊടുക്കില്ല എന്നുള്ളതായിരുന്നു. അതോടൊപ്പം ഇതിൻ്റെ പദ്ധതി പ്രദേശത്തിൻ്റെ ഇത്ര കിലോമീറ്റർ ചുറ്റളവിൽ പുതിയ IT പാർക്കുകൾ വരാൻ പാടില്ല എന്ന് അവർ നിബന്ധന വെച്ചിരുന്നു. മാത്രമല്ല, ഇതിൽ നിന്ന് ഏതെങ്കിലും പാർട്ടിക്ക് തെറ്റുപറ്റിയാൽ എങ്ങനെയാണ് സെറ്റിൽ ചെയ്യേണ്ടത് എന്നുള്ളത്, ഡിഫോൾട്ട്, ലാൻഡ് ഡിഫോൾട്ട്, അല്ലെങ്കിൽ അത് 2 വശത്തുനിന്നും വരാം. സർക്കാരിൻ്റെ ഡിഫോൾട്ടുകൾ വരാം, അല്ലെങ്കിൽ നമ്മുടെ ടീകോം കമ്പനിയുടെ ഡിഫോൾട്ടുകൾ വരാം. ഇതെല്ലാം ചേർന്നൊരു SPV ഉണ്ടാക്കുന്നു. മാത്രമല്ല, അതിൽ 12% ഭൂമി അവർക്ക് ക്രയവിക്രയം ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ, ഏതാണ്ട് 30 ഏക്കർ ഭൂമിയോളം അവർക്ക് ക്രയവിക്രയം ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ കൊടുക്കുന്നു. ഇത്തരം നിരവധി കാര്യങ്ങൾ ഉന്നയിക്കപ്പെടുകയും അതിന് പല മറുപടികളും, ഉദാഹരണത്തിന് സർക്കാരിൻ്റെ ഗവൺമെൻറ് ഓഫ് കേരള ഡിഫോൾട്ട് ആണെങ്കിൽ ഇതുവരെ മുടക്കിയ മുഴുവൻ മുതലും തിരിച്ചു കൊടുത്ത് കരാർ അവസാനിപ്പിക്കാൻ, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു കൊടുക്കണം. അത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേറ്റർ വെച്ച് നമ്മൾ കൊടുക്കും. ഇതായിരുന്നു കരാറിൻ്റെ 7.1 എന്ന് പറയുന്ന ക്ലോസ്. അതിന് മറ്റ് വിശദാംശങ്ങളിൽ ഞാൻ പോകുന്നില്ല. ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യണം, SEZ സ്റ്റാറ്റസ് കൊടുക്കണം, ഇൻഫ്രാസ്ട്രക്ചർ, അവിടെ വെള്ളം, വൈദ്യുതി മുതലായ സംഗതികൾ കൊടുക്കണം. ഇതൊക്കെ കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും 2016 ഫെബ്രുവരിയിൽ ആ കരാറനുസരിച്ച്, 2011 ഒപ്പിട്ട കരാറനുസരിച്ച്, 2007 ഒപ്പിട്ട കരാറനുസരിച്ച് 2016 ഫെബ്രുവരിയിൽ 1ാം ഘട്ടം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ആ ഉദ്ഘാടനം ഇവർ ബഹിഷ്കരിക്കുകയും ചെയ്തു. അത് നമ്മുടെ LDF. അത് ശരിയായില്ല, അപ്പടിയല്ല എന്ന് പറഞ്ഞു. അന്ന് 6 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടമാണ്, 6.8 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടമാണ് പണിതത്. യഥാർത്ഥത്തിൽ 88 ലക്ഷം ചതുരശ്ര അടി, മീറ്ററല്ല, ചതുരശ്ര അടി കെട്ടിടം നിർമ്മിക്കണം 10 വർഷത്തിനകം. 90,000 പേർക്ക് ജോലി കൊടുക്കണം. ഈ കെട്ടിടത്തിൻ്റെ 70% IT ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കണം. ഇതിൽ നിന്ന് പുറകോട്ട് പോയാൽ കരാറിൻ്റെ ലംഘനമാണ്. അങ്ങനെ വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് 7.2 എന്ന് പറയുന്ന ക്ലോസിൽ വളരെ കൃത്യമായി പറയുന്നു. അതിൽ പറയുന്നത്, കേരള സർക്കാരിന് എല്ലാ ഭൂമിയും തിരിച്ചു കിട്ടുന്നത് മാത്രമല്ല, ഇതിനുവേണ്ടി സർക്കാർ മുടക്കിയ പണം മുഴുവൻ നഷ്ടപരിഹാരമായി കൊടുക്കാൻ ടീകോം ബാധ്യസ്ഥമാണ്. രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറാണ്. നമ്മൾ 2 കമ്പനികൾ തമ്മിലുള്ള കരാറാണെന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. നമ്മൾ മണി ബാക്ക്, മറ്റേ ഇവിടെ നിന്നൊക്കെ CMRL-ന്റെ കരാറൊക്കെ കേട്ടിട്ടുണ്ട്. 2 കമ്പനികൾ തമ്മിലുള്ള കരാറാണ്, അതുകൊണ്ട് നമുക്കൊന്നും ചോദിക്കാൻ പറ്റില്ല, കരാർ വാലിഡ് ആണെന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. പക്ഷെ ഇപ്പോൾ മന്ത്രിസഭ തീരുമാനം വന്നത്, ഈ ബുധനാഴ്ച കൂടിയ മന്ത്രിസഭയുടെ 5ാമത്തെ തീരുമാനമായിട്ട് വരുന്നത്, ടീകോം ഇതിൽ നിന്ന് പിൻവാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് കത്ത് കൊടുത്തുവെന്നും ആ കത്ത് ചീഫ് സെക്രട്ടറി അടക്കമുള്ള സമിതി പരിശോധിച്ചുവെന്നും ഇവർക്ക് 2 പേർക്കും ബാധകമായ തരത്തിൽ അല്ലെങ്കിൽ സ്വീകാര്യമായ തരത്തിൽ ഒരു ഒഴിഞ്ഞുപോകൽ കരാർ
ഉണ്ടാക്കാമെന്നും ആവശ്യമായ നഷ്ടപരിഹാരം ടീകോമിന് കൊടുക്കാമെന്നുമാണ് ആ കത്തിൽ, ആ പത്രക്കുറിപ്പിൽ പറയുന്നത്. ഇവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. ഒന്ന്, 10 വർഷത്തിനൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 2017 വരെനകത്ത് എല്ലാം ചെയ്തിരിക്കേണ്ടതാണ്. ചെയ്തില്ലെങ്കിൽ 3 മാസം മുമ്പ് പറയുക, അത് കഴിഞ്ഞ് നോട്ടീസ് കൊടുക്കുക. നോട്ടീസ് കൊടുത്ത് 6 മാസം കഴിഞ്ഞാൽ കരാർ ലംഘനമുണ്ടെങ്കിൽ ഇവരെ ഒഴിവാക്കുക. ഇതാണ് വ്യവസ്ഥ. ആദ്യത്തെ ചോദ്യം, ഇതിൽ ആരുടെ ഭാഗത്താണ് കരാർ ലംഘനം എന്നാണ്. കേരള സർക്കാരിൻ്റെയാണോ അതോ ടീകോമിൻ്റെയാണോ? അപ്പോൾ ഒഴിയണമെന്ന ആവശ്യം കേരള സർക്കാരിൻ്റെതാണോ ടീകോമിൻ്റെതാണോ? ഈ ചോദ്യത്തിന് വളരെ വ്യക്തമായ ഉത്തരം ലഭിച്ചേ പറ്റൂ. കാരണം ആരുടെ ഭാഗത്താണ് തകരാറെങ്കിൽ 7.1 പറയേണ്ടത്, 7.2 വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അങ്ങനെയാണ്. കേരള സർക്കാരിന് എന്തെങ്കിലും ഡിഫോൾട്ട് ഇതിലുണ്ടോ? ഉണ്ടെങ്കിൽ അവരുടെ തകരാറുണ്ടെങ്കിൽ നഷ്ടപരിഹാരം കൊടുത്തു വേണം. ഇത് വായിച്ചാൽ നമുക്ക് തോന്നുക കേരളത്തിന്റെ ഭാഗത്ത് എന്തോ വലിയ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. അത് ചൂണ്ടിക്കാണിച്ച് നമ്മൾ ആ കത്ത് കണ്ടിട്ടില്ല. ടീകോമിന്റെ CEO ഒരു കത്ത് കൊടുത്തു. ആ കത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ കേരള ഗവൺമെന്റ് വിചാരിച്ചു, ഓ പാവം, എന്താ ചെയ്യണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇവരെ പറഞ്ഞു വിടാൻ ഒരു കിഴി കൊടുത്ത് പൈസ കൊടുത്ത് പറഞ്ഞു വിടുക, ഇതിന്റെ ഭൂമി തിരിച്ചു മേടിക്കുക. വളരെ വിചിത്രമാണ് ഈ കാര്യം. കാരണം നേരത്തെ പറഞ്ഞ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. ആരുടെ ഭാഗത്താണ് തകരാറുള്ളതെന്ന് ഉത്തരം കിട്ടിയിട്ടില്ല. കേരളത്തിന്റെ ഭാഗത്താണെങ്കിൽ കേരളം അതിന് നടപടിയെടുത്തോന്ന് ഉത്തരം കിട്ടിയിട്ടില്ല. ടീകോമിന്റെ ഭാഗത്താണെങ്കിൽ 2017 മുതൽ അവർ ലംഘനം നടത്തിയിട്ടുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. 2017 തീർക്കേണ്ട പദ്ധതിയാണ്. 2017 കഴിഞ്ഞ് 24 കേരള സർക്കാർ എപ്പോഴെങ്കിലും നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ ഇയാൾക്ക്? ഒരു ഉത്തരവില്ല. നോട്ടീസ് കൊടുത്ത് എന്തെങ്കിലും മറുപടി കൊടുത്തിട്ടുണ്ടോ? നമുക്കറിയില്ല. ഏറ്റവും വിചിത്രമായ കാര്യം, ഇത് സംബന്ധിച്ച് RTI വെച്ച് പലരും പരിശോധിച്ചു. RTI പരിശോധിച്ചപ്പോൾ കൃത്യമായി മറുപടി തരാൻ പറ്റില്ല. കാരണം ഇതൊരു സ്വകാര്യ കമ്പനിയാണ് എന്നാണ് പറഞ്ഞത്. 84% സ്വകാര്യ പങ്കാളിത്തമുള്ള കമ്പനിയാണ്, 16% സർക്കാരുള്ളൂ. കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത് സ്വകാര്യ പണം എടുത്തിട്ടല്ല, മുഖ്യമന്ത്രിയുടെയോ മന്ത്രിസഭാംഗങ്ങളുടെയോ അല്ലെങ്കിൽ പാർട്ടിയുടെയോ പണം എടുത്തിട്ടല്ല, നാട്ടുകാരുടെ പണം എടുത്തിട്ടാണ് കരാർ സെറ്റിൽ ചെയ്യാൻ പോണേ. എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ പണം എടുക്കുമ്പോൾ അതിന് ചോദിക്കാൻ ഇവിടുത്തെ പൗരന് അവകാശമില്ലേ? നിയമസഭയ്ക്ക് അവകാശമില്ലേ? നിയമസഭ പാസ്സാക്കിയതല്ലേ ഇതൊക്കെ? നിയമസഭ അംഗീകരിച്ചതല്ലേ കരാറ്? സ്റ്റേറ്റ് ഇതുവരെ കരാർ ചോദ്യം ചെയ്തിട്ടില്ലല്ലോ. VSന്റെ സർക്കാരിന്റെ കാലത്ത് ഒപ്പിട്ട കരാറ് 2018 ചോദ്യം ചെയ്യപ്പെട്ടില്ല, 24 ചോദ്യം ചെയ്യപ്പെട്ടില്ല. ഇപ്പോഴാ കരാർ നിൽക്കുന്നു. ആ കരാർ വെച്ചുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കുക ടീകോമിന്? രണ്ടാമത് പറയുന്നത്, ഈ ഭൂമി ഏറ്റെടുത്താൽ ഇൻഫോ പാർക്കിന് കൊടുക്കാമെന്നാണ്. അതിൽ വേറെ കുറെ നിയമ പ്രശ്നങ്ങൾ വരും. കാരണം സർക്കാരിന് ഇൻഫോ പാർക്കിന് കൊടുക്കണമെങ്കിൽ വേറെ ചില വ്യവസ്ഥകളുണ്ട്. ഈ ഭൂമി ഏറ്റെടുത്തത് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടിയാണ്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയമനുസരിച്ച്, പുതിയതല്ല, ഭൂമി ഏറ്റെടുക്കൽ നയമനുസരിച്ച് ഒരു പ്രോജക്റ്റിനായി ഭൂമി ഏറ്റെടുത്താൽ ആ പ്രോജക്റ്റിന് അത് ഉപയോഗിക്കണം, വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമുക്കറിയാം കളമശ്ശേരിയിൽ HMTയുടെ ഭൂമി ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി വാങ്ങിയിട്ട് ഇപ്പോഴും അവർക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് കൊടുത്തു, ഇളമരം കരീമിന്റെ കാലത്ത് കൊടുത്ത ആ ഭൂമി ഇപ്പോൾ കൈയും കാലും ഇല്ലാണ്ടിരിക്കുക. കാരണം ആർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ഒരു റിയൽ എസ്റ്റേറ്റും വരാൻ പറ്റുന്നില്ല. കാരണം റിയൽ എസ്റ്റേറ്റിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി ക്ലിയർ ആയി ഇരിക്കുന്നുണ്ട് ആ കേസ്. അതുകൊണ്ട് അതെങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പൊ ഇവിടെയും എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ എന്ത് കാര്യത്തിനാണ് ഇത് ഉപയോഗിക്കാൻ പോകുന്നത്? തീർച്ചയായും ഇൻഫോ പാർക്കിന്റെ വികസനം ആവശ്യമാണ്. ഇൻഫോ പാർക്കിൽ ഇപ്പൊ തന്നെ 10,000-60,000 പേർക്കൊക്കെ ജോലിയുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ തൊട്ടടുത്തായതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇൻഫോ പാർക്കിന്റെ വികസനത്തിന് ഈ ഭൂമി കൊടുത്താൽ കുറെ കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഇൻഫോ പാർക്കിന്റെ വികസനത്തിന് മാത്രമാണോ ഭൂമി കൊടുക്കുന്നത്? ഭൂമി വേറെ ആർക്കൊക്കെ കൊടുക്കാൻ പോകുന്നു? കേരളത്തിൽ നമുക്കറിയാം, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ തൃക്കാക്കര പോലെയുള്ള ഒരു പ്രദേശത്ത് ഭൂമി കച്ചവടമാണ് ഏറ്റവും ലാഭമുള്ള കച്ചവടം. അപ്പോൾ ഭൂമിക്ക് ആവശ്യക്കാർ ആരോ വന്നിട്ടുണ്ട്, അവർക്കത് കൊടുത്ത് അതിന്റെ കമ്മീഷൻ വാങ്ങണം. മറുവശത്ത് ഒരു ആവശ്യമില്ലാതെ ദുബായ് കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കുമ്പോൾ അതിൽ നിന്നും കമ്മീഷൻ കിട്ടും. അതാ എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ആരോപണത്തെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഒരു കരാർ വ്യവസ്ഥ അനുസരിച്ച് ചെയ്യേണ്ടതാണ്. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും വന്നിട്ടില്ല. ആകെ വന്നത് വ്യവസായ മന്ത്രിയാണ്. കേരളം മുഴുവൻ വ്യവസായികമായി വളരെ മുമ്പോട്ട് പോയി എന്ന് നിരന്തരം സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിക്കുന്ന വ്യവസായ മന്ത്രി, എൻ്റെ സുഹൃത്ത് സഖാവ് രാജീവ് പറഞ്ഞത് കുറെ കാലമായി ഇവരൊന്നും ചെയ്യുന്നില്ല. കുറെ കാലമായി ടീകോം ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദി? കേരള സർക്കാരാണ് കരാർ ഒപ്പിട്ടത്. അതും ഇടതുപക്ഷ സർക്കാർ ഒപ്പിട്ട കരാറാണ്. ആ കരാർ പാലിക്കാൻ ആർക്കാണ് ബാധ്യതയുള്ളത്? എന്തുകൊണ്ട് ഇതുവരെ പാലിച്ചില്ല? എന്തുകൊണ്ട് അവരോട് സമന്വയം പാലിച്ചു? അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തു? ഇപ്പോൾ ഈ ഭൂമിക്ക് കച്ചവടക്കാർ വന്നപ്പോൾ ഉടനെ അതിൽ നിന്ന് മാറാൻ തീരുമാനിക്കുന്നു, അവർക്ക് കാശ് കൊടുത്ത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ശ്രമിക്കും എന്നല്ലേ നമ്മൾ കണ്ടത്. അപ്പോൾ നിലവിലുള്ള ഒരു കരാർ
കൃത്യമായ വ്യവസ്ഥകളോടെയുള്ള ഒരു കരാർ. ഞാൻ ഈ കരാറിനെ പറ്റി വീണ്ടും വീണ്ടും പറയുന്നത്, ഈ ഭൂമി റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്ന് തീരുമാനിച്ചത് കൊണ്ട് തന്നെയാണ് ആ കരാറിലെ വ്യവസ്ഥ ഉൾപ്പെടുത്തിയത്. റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് ഇത് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ചോദ്യം അവിടെയുണ്ട്. ഇപ്പൊ പറയുന്നത് ടീകോം റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്, അവർക്ക് റിയൽ എസ്റ്റേറ്റിലെ താല്പര്യമുള്ളൂ, IT-യിൽ താല്പര്യമില്ല, ഈ കരാർ ബാധകമല്ല എന്ന് പറഞ്ഞാൽ പൊക്കോട്ടെ അവര്. കേരള ഗവൺമെന്റ് ഇതുവരെ ഉണ്ടായ നഷ്ടം മുഴുവൻ കൊടുക്കണം. കേരള സർക്കാരിന് വന്ന് നഷ്ടമല്ല, അങ്ങനെ നഷ്ടപരിഹാരം കൊടുക്കുകയല്ല. അത് കഴിഞ്ഞ് ആ പണം, ഈ ഭൂമി എന്ത് ചെയ്യണമെന്ന് ജനങ്ങളുമായി അറിയിച്ചുകൊണ്ട് തീരുമാനിക്കണം. കാരണം നാട്ടുകാരെ ഒഴിപ്പിച്ച് നാട്ടുകാരുടെ കാശ് കൊടുത്തെടുത്ത ഭൂമിയാണ്. അതിലെന്ത് തീരുമാനം എടുക്കും? അത് സുതാര്യമായി തീരുമാനം എടുക്കുമോ, അതോ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് അത് വീതിച്ചു കൊടുക്കുമോ? ഈ സംശയങ്ങൾ ജനങ്ങൾക്കുണ്ട്. ഒരു കൊടിയ വഞ്ചനയാണ് രണ്ട് തരത്തിൽ നടന്നിട്ടുള്ളത്. ഒന്ന്, 1 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പൊ തൊഴിൽ കിട്ടും എന്ന് വാശി പിടിച്ച് ഇത് വികസന പദ്ധതിയാണ്, ഇതിനെ എതിർക്കുന്നവരൊക്കെ വികസന വിരുദ്ധരാണ് എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്. ഇപ്പോൾ ജനങ്ങളുടെ പണമെടുത്ത് ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കുന്ന വിചിത്രമായ ഒരു നടപടിയുണ്ട്. ഈ രണ്ട് വഞ്ചനകൾ, അതിൻ്റെ പിന്നിൽ കമ്മീഷൻ വ്യവസ്ഥയുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും അത് തുറന്നു കാട്ടപ്പെടുക തന്നെ വേണം.